കെ.പി.സി.സി അധ്യക്ഷനായുള്ള ചർച്ചകൾക്കായി എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ന് കേരളത്തിലെത്തും. മുതിർന്ന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് ആരംഭിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിശദമായ ചർച്ച. രാഹുൽ ഗാന്ധി മടങ്ങിയെത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. പാർട്ടി പുനഃസംഘടന വേഗത്തിൽ നടപ്പാക്കണമെന്ന മന്ത്രി സണ്ണി ജോസഫ് എം.പിമാർക്കും എം.എൽ.എമാർക്കും കെ.പി.സി.സി പ്രസിഡന്റ് ആകാം, കുഴപ്പമില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. എം.പി ആകുന്നോ എം.എൽ.എ ആകുന്നോ ഒരു പാർട്ടി പോസ്റ്റിന് തടസ്സമല്ല. ഇപ്പം കെ.സി. വേണുഗോപാൽ എം.പി അല്ലേ, അദ്ദേഹം എ.ഐ.സി.സിയുടെ ജനറൽ സെക്രട്ടറി അല്ലേ, തടസ്സമല്ല. ഞാൻ എം.എൽ.എ ആയിട്ട് ഞാൻ കെ.പി.സി.സി പ്രസിഡന്റ് ആയില്ലേ. അതൊക്കെ അവസരോചിതമായ വ്യക്തികളുടെ സംഭാവനകളും സാധ്യതകളും കഴിവുകളും അവസരങ്ങളും ആവശ്യങ്ങളും കണക്കിലെടുത്ത് ഉചിതമായ തീരുമാനമാണ് അത്തരം കാര്യങ്ങളുള്ളത്. ബിനിൽ ലീല സാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, വീണ്ടും ഒരു സ്ഥാനം പാർട്ടിയിൽ, അതിനുവേണ്ടി കുറേ ആളുകൾ, അതിൽ തർക്കങ്ങളുമുണ്ട്. ഒരു ഒറ്റപ്പേരിലേക്ക് ഉടനൊന്നും എത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ കാര്യം തന്നെയായിരിക്കും. എന്തായാലും ദീപാദാസ് മുൻഷി എത്തുമ്പോൾ ഏത് തരത്തിലൊക്കെ ആയിരിക്കും ചർച്ച, ഏതൊക്കെ പേരുകളിലേക്കാണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത്? ഇപ്പോൾ എം.പിമാർക്കും എം.എൽ.എമാർക്കും ആകാമെന്ന് സണ്ണി ജോസഫ് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മെറിറ്റ് കൂടുന്നവർ കൂടിയുണ്ടല്ലോ. ശ്യാംലി, ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് അവരെത്തിയത്. ഇന്നിപ്പോൾ ചർച്ചകൾ തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നേരത്തെ ശ്യാംലി പറഞ്ഞതുപോലെ ഒന്നിലധികം പേരുകൾ ഉണ്ട്. ഏകദേശം 8 പേരുടെ പേരുകളാണ് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒറ്റ പേരിലേക്ക് എത്താൻ സാധിക്കില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ നമുക്കറിയാം പല പേരുകൾ ഉയർന്നിരുന്നു. ആ സമയത്ത് എ.ഐ.സി.സി ഹൈക്കമാൻഡ് സ്വീകരിച്ച നിലപാട് മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അത്തരത്തിലുള്ള ചർച്ചകൾ കാര്യങ്ങൾ പോവുക എന്തായിരുന്നു. അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഉയർന്ന പേരുകളിൽ ഒരു ചർച്ചയൊക്കെ ഉണ്ടാകും. അതിനുശേഷമാകും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നമുക്കറിയാം, നിലവിൽ ഉയർന്ന പേരുകൾ അവകാശവാദമൊക്കെ ഉന്നയിച്ച് ആളുകൾ രംഗത്തേക്ക് വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം, തനിക്ക് ഒരവസരമെങ്കിലും തരണം, തന്നെ പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ്. പ്രവൃത്തി പരിചയവും അനുഭവ സമ്പത്തും ഒക്കെ തനിക്കുണ്ട്. അതൊക്കെ പരിഗണിച്ച് തന്നെ ഒരു അവസരം തന്ന കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. മറ്റ് പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ബെന്നി ബെഹനാന്റെ പേരുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് പോയി കണ്ട് ഈ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചതാണ്. പ്രത്യേകിച്ച് പിന്നോക്ക സമുദായത്തിലുള്ള ആൾ വന്നാൽ അത് പാർട്ടിയുടെ മുഖം കൂടുതൽ തെളിയുമെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. മറ്റൊന്ന് ആന്റോ ആന്റണിയുടെ പേരുണ്ട്, ഷാഫി പറമ്പലിന്റെ പേരുണ്ട്, ജോസഫ് വാഴക്കന്റെ പേരുണ്ട്. ജോസഫ് വാഴക്കന്റെ പേര് എടുത്തു പറയേണ്ടതാണ്. ആ പേര് മുന്നോട്ട് വെച്ചത് രമേശ് ചെന്നിത്തലയാണ്. ജോസഫ് വാഴക്കൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിലകൊള്ളുന്ന നേതാവ് കൂടിയാണ്. നേരത്തെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് താൻ വരണമെങ്കിൽ തനിക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ പരിഗണിക്കണമെന്നാണ് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അന്ന് ഉയർത്തിയ പേര് ജോസഫ് വാഴക്കനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. അതിനപ്പുറം നോക്കിയാൽ മുതിർന്ന നേതാവ് കെ.സി. ജോസഫിന്റെ പേര് ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പേര് മാത്യു കൊളുനാടൻ്റെതാണ്. അദ്ദേഹത്തിന്റെ പേര് നേരത്തെ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ അവകാശവാദം ഉന്നയിച്ച് കെ.സി. വേണുഗോപാലിനെ നേരിട്ട് കണ്ടതാണ്. പക്ഷേ അതൊന്നും ഫലവത്തായില്ല. നിലവിൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്കും വരാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ആ രീതിയിൽ കെ.സിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. എന്തായാലും ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. കെ.പി.സി.സിയിലേക്ക് അവർ ഇന്നെത്തും. മുതിർന്ന നേതാക്കളുമായി വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തും. എന്നിട്ടായിരിക്കും ഒറ്റ പേരിലേക്ക് എത്തുക. പേര് പ്രഖ്യാപിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി എത്തണം. അദ്ദേഹം വിദേശത്താണ് ഉള്ളത്. 10-ാം തീയതിയാണ് അദ്ദേഹം എത്തുക. അദ്ദേഹം എത്തിയതിനു ശേഷമാകും ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ തീരുമാനിക്കണം, കെ.എസ്.യുവിന്റെ ഭാരവാഹികൾ തീരുമാനിക്കണം. അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനൊപ്പം തന്നെ കെ.പി.സി.സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ തീരുമാനിക്കണം. ആ ചർച്ചകൾ കൂടി ഇതിനൊപ്പം ഉണ്ടാകും. ശ്യാമിലി, ശരി. ബിനിൽ ലീല സാബു ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.